കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിൻ്റെ 5 വാക്യം. അവരോട് പറഞ്ഞത്, നിങ്ങളുടെ അപ്പൻ്റെ മുഖം എൻ്റെ നേരെ മുമ്പേ പോലെ അല്ല എന്ന് ഞാൻ കാണുന്നു. എങ്കിലും എൻ്റെ അപ്പൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഭാഗം 31 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നീണ്ട 20 വർഷത്തെ ലാബാൻ്റെ വീട്ടിലുള്ള പ്രവാസകാലം വിട്ട്, ആ ഒരു പീരിയഡ് വിട്ട് യാക്കോബ് തിരികെ തൻ്റെ പിതാവിൻ്റെ സ്ഥലത്തേക്ക്, ഇല്ലെങ്കിൽ തൻ്റെ പിതാവായ ഇസ്ഹാക്കിനോട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങി വരുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ആ മടങ്ങി വരവിനുണ്ടായ ഒരു കാരണവും കൂടെ ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലേ? നമുക്കറിയാം, ജ്യേഷ്ഠനായ യേശാവിനെ ഭയപ്പെട്ടാണ് യാക്കോബ് ലാബാൻ്റെ വീട്ടിലേക്ക് പദനരാമിലേക്ക് പോകുന്നത്. ആ ഭാഗത്ത് വളരെ സ്നേഹത്തോടെ സ്തോത്രം, നീ എൻ്റെ രക്തമാണ്, നീ എൻ്റെ കൂടപ്പിറപ്പാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞാണ് യാക്കോബിനെ ലാബാൻ്റെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, റാഹേലിനെ യാക്കോബ് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനെ പ്രതി റാഹേലിനെ ആദ്യം കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അതിന് പറ്റിയില്ല. അവിടെ മുതൽ ലാബാൻ യാക്കോബിനെ പറ്റിക്കുന്ന ഒരു തലവും കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്, അല്ലേ? അങ്ങനെ ഏതായാലും റാഹേലിനെ ലേയെ കല്യാണം കഴിച്ചു, റാഹേലിനെ കല്യാണം കഴിച്ചു. മക്കളും സ്തോത്രമൊക്കെ 12 മക്കൾ, അല്ലെ 13 മക്കൾ ജനിച്ചവന്. അങ്ങനെ ദൈവിക ഇടപെടലുകളും ദൈവിക വാഗ്ദത്വങ്ങളും ഒക്കെ അവൻ്റെ മേൽ ഇങ്ങനെ വെളിപ്പെട്ട് വന്നുകൊണ്ടിരുന്നു. എന്നാൽ 20 ആണ്ടുകൾക്ക് ശേഷം ലാബാന്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് നേരത്തെ ഇരുന്നത് പോലെയല്ല എന്ന് പറയുന്നൊരു ഭാഗത്തിലേക്ക് അവിടെ വരികയാണ്. എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ദൂതെന്ന് പറയുന്നത്, നമ്മളെക്കുറിച്ചുള്ള ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. എന്നെയും നിങ്ങളെക്കുറിച്ച് ഓരോരുത്തരുടെ മേലുമുള്ള ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് അവരെ എത്തിക്കാൻ, എന്നെയും നിങ്ങളെയും എത്തിക്കാൻ വേണ്ടി ദൈവം ചില മേഖലകളെ നമുക്ക് പ്രതികൂലമാക്കും, ചിലതിനെ നമുക്ക് അനുകൂലമാക്കും. അല്ല, സ്തോത്രം. ഒരു കാലത്ത് നമുക്ക് റെഡിയാകത്തില്ല, ശരിയാകത്തില്ലെന്ന് പറയുന്നതിനെ ദൈവം നമുക്ക് ശരിയാക്കി തരും. ശരിയാകുമെന്ന് പറയുന്നത് ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റേക്ക് വഴിമാറുകയും ചെയ്യും. സംഭവിക്കുന്നത് സാധ്യമാണ്. കാരണം എന്തുവാണ്? ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ ഉദ്ദേശം ഉണ്ട്. യാക്കോബിനെ കുറിച്ചുള്ള ദൈവപദ്ധതി എന്ന് പറയുന്നത് എല്ലാ കാലത്തും പദനരാമിൽ ലാബാന്റെ വീട്ടിൽ ജോലി ചെയ്യുക എന്നുള്ളതല്ല. യാക്കോബിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, അവന്റെ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ, യാക്കോബിനോടുള്ള ദൈവത്തിന്റെ പദ്ധതി നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ ഭാവിയിൽ ഇസ്രായേലിന്റെ പ്രഭു എന്നുള്ള പേര് വെളിപ്പെട്ട് വരണം. ഇസ്രായേൽ എന്നൊരു പേര് അവന് കിട്ടണമെങ്കിൽ അവൻ ലാബാന്റെ വീട് വിട്ട് മാറിയേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഒരു സാഹചര്യം ദൈവം ക്രിയേറ്റ് ചെയ്തതാണ്. ലാബാന്റെ മുഖം മാറി. നമ്മൾ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, 5 വാക്യത്തിൽ യാക്കോബ് തന്റെ ഭാര്യമാരായിരുന്ന ലേയയോടും റാഹേലിനോടും പറയുകയാണ്. അവരോട് പറഞ്ഞു, നിങ്ങളുടെ അപ്പന്റെ മുഖം എൻ്റെ നേരെ മുമ്പേ പോലെ അല്ല എന്ന് ഞാൻ കാണുന്നു. എങ്കിലും എൻ്റെ അപ്പന്റെ ദൈവം എന്നോട് കൂടെ ഇരുന്നു. ശ്രദ്ധിച്ചേ, അവിടെ പറയുന്നു, നിങ്ങളുടെ അപ്പന്റെ മുഖം മാറുന്നത് ഞാൻ കണ്ടു, എന്നാൽ എൻ്റെ അപ്പന്റെ ദൈവം എന്നോട് കൂടെ ഇരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ കൈമാറുവാൻ താല്പര്യപ്പെടുന്ന ഒരു ചിന്ത, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ വിട്ടുപിരിയാതെ, അല്ലെ, ഒരിക്കൽ പിടിച്ച കരം നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ പിടിച്ച ഒരു കരമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവിന്റെ കരമാണ്. സ്തോത്രം. ലോകത്തിൽ ആരൊക്കെ നമ്മൾ കൈവിട്ടാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും കർത്താവ് നമ്മെ ഒരു നാളും തള്ളിക്കളയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ലാബാൻ യാക്കോബിനെ കൈവിടുന്ന സാഹചര്യമുണ്ടായി. പുറകിൽ നിന്ന് കൊല്ലുവാൻ നിൽക്കുന്ന യേശാവിന്റെ തലങ്ങൾ അവന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു. റാഹേലിന്റെ ലേയുടെ സഹോദരങ്ങൾ യാക്കോബിനെതിരെ തിരിയുന്ന മേഖലകൾ ഉണ്ടായി. ഇവിടെ എല്ലാം ദൈവത്തിന്റെ കരുതലും കാവലും യാക്കോബിന്റെ മേൽ വെളിപ്പെട്ടു വന്നു. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറാം, നമ്മൾ ആരുടെ മുഖം മാറിയാലും ദൈവത്തിന്റെ മുഖം നിന്നെ വിട്ട് മാറുകയില്ല. നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമഹത്വമുണ്ട്. ആ ദൈവമഹത്വത്തിനായി നമുക്ക് ഏൽപ്പിക്കപ്പെടാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മുഖത്തേക്ക് നോക്കി അന്ത്യത്തോളം അവിടുത്തെ സന്നിധിയിൽ നിൽക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകിയാട്ട് അവിടെ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ ദൈവം ഇടവരുത്തിയാട്ട്. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.